ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ച് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് ജനറൽ വീഡിയോ ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നു ആ സമയം മുതൽ ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചുള്ള ഗുഡ് മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതേപോലെ അവരുടെ പേര് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയുക. സോ നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളുടെ പേഴ്സിൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ്? സോ നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്? സോ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ്, മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു മാരീഡ് ലൈഫ്, അവരുടെ കുട്ടികളായിട്ടൊരു ജീവിതം, അങ്ങനെയൊക്കെ വീടൊക്കെ പുതിയതായിട്ട് വെച്ച് താമസിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രിപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സോ ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലോ എന്നൊക്കെ അവരുടെ മനസ്സിൽ അവരിപ്പം ചിന്തിക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം വല്ലാതെ ഒരു ഹെഡ് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് ഉള്ളത്. അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവരുടെ കൂടെ അവരിപ്പോൾ നിൽക്കുന്ന കറണ്ട് സിറ്റുവേഷൻ അവർക്ക് കുറച്ച് വേദനയേറിയ സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ട് അവർ കുറേ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്നവർ പലരും അവരെ ചതിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അവരതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്, എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങളെ അവർ വന്ന് തിരക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയാസിലും ഒക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ തിരക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും ഓക്കെ ആയിട്ടാണോ ഉള്ളത്, നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ ഓക്കെ ആണോ എന്ന് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം ആരോടൊക്കെയോ തിരക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതേപോലെ അവർക്ക് നിങ്ങളോട് ഭയങ്കര ജെന്യുവനായിട്ടൊരു സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലായാലും അവരുടെ സ്നേഹം വളരെയധികം നിങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ വളരെയധികം മനസ്സിലാക്കുന്നതുകൊണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. പക്ഷെ ഉറപ്പായിട്ട് അവർ തിരിച്ചു വരും നിങ്ങളിലേക്ക്. കാരണം വീടിന്ന് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളായിട്ടൊരു ന്യൂ ബിഗിനിങ്സ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ഔട്ട്കംസ് ഒക്കെ നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ സംഭവിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം കുറച്ച് ഒരു ടൈം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കുറച്ച് നാളുകളും കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ സ്നേഹം വളരെയധികം ജെന്യുവൻ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം വളരെയധികം ജെന്യുവൻ ആയിരുന്നു. അവിടെ ഒരു കറണ്ട് ഫീലിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അവരിപ്പോൾ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, ഒരു ട്രാപ്പിലായിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് കൂടുതലായിട്ട് പറ്റുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും റിപ്പീറ്റായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളായിട്ട് വീണ്ടും ലൈഫ് വേണമെന്നും പഴയ പോലെ നിങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ പോവുക, ബീച്ചിൽ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടൊക്കെ പോകണമെന്ന് അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടേക്ക് അവർ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള പല സ്ഥലങ്ങളിലും അവർ പോകുന്നുണ്ട്. അവിടെ ചെല്ലപ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു പോകാൻ നിങ്ങളുടെ ആ ഒരു ജെന്യുവനായിട്ടൊരു സ്നേഹം, അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും സിൻസിയറായിട്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് യൂണിവേഴ്സ് തന്നെ അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ആ പേഴ്സണെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ പേഴ്സൺ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയും നിങ്ങളോട് പഴയതിനേക്കാൾ നല്ലണക്ക് നിൽക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യത്തുള്ളൂ. സോ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടൊരു ടൈം പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. സോ നിങ്ങൾ ഈ ടൈം പീരീഡിൽ കൂടെ മൂവ് ഓണായി പോവുക.
സോ നിങ്ങളുടെ പേഴ്സണെ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനോ ഇരിക്കുക. കോൺടാക്റ്റ് ചെയ്താൽ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് പകരം അവർ ഒരുപാട് അകന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവരങ്ങനെ അകന്നു പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ യൂണിവേഴ്സ് അവർക്ക് പ്രൂവ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ എത്രത്തോളം ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളതിൻ്റെ മുടക്കം വരുത്തുവാണ്. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് നിങ്ങൾക്കറിയാം ആ ബക്കറ്റിൽ ഹാഫ് വെള്ളം മതിയെന്ന്. പുതിയൊരു വ്യക്തി വന്നിട്ട് വെള്ളം അതിനകത്ത് നിറയ്ക്കാമെന്ന് പറഞ്ഞാൽ അവർ ഹാഫായിരിക്കും ഫുള്ളായിരിക്കും നിറയ്ക്കുന്നതെന്ന് അവരുടെ ഇഷ്ടമാണ്. സോ നിങ്ങൾ നിറയ്ക്കുന്നതിനകത്തോട് തടസ്സം വരുത്തും അവിടെ, അല്ലേ? അതേപോലെയാണ് നിങ്ങൾ വേറെ പേഴ്സൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്തായാലും യൂണിവേഴ്സ് ഒരു കാര്യം അവരിലേക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചെന്ന് അവിടെ തടസ്സം ഉണ്ടാക്കുക. സോ നിങ്ങൾ തടസ്സം ഉണ്ടാക്കാതിരിക്കുക, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അവരായിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വിത്തിൻ 1 വീക്സ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 7 എന്ന് പറയുന്ന നമ്പറാണ് എനിക്കിപ്പോൾ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന പോലും. സോ 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അവർ ചേഞ്ച് ആയതും. അവർ നിങ്ങളോട് വന്നിട്ട് വളരെയധികം വിഷമത്തോടെ കരഞ്ഞ് ഒരുപാട് നിങ്ങളുടെ കാല് പിടിച്ച് കരയും. സീരിയസ്ലി ഞാൻ നിങ്ങളോട് ചുമ്മാ പറയുമല്ലോ, അവർ അത്രയും ഡീപ്പായിട്ട് പറയും. കാരണം അവർ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് കൂടിയും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വാല്യൂ ഉണ്ടെന്നും നിങ്ങൾ അവരെങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എത്രത്തോളം കെയറിങ് കൊണ്ട് നടന്നിട്ടുണ്ടെന്നും. അവർക്ക് അവരുടെ ചുറ്റും നിന്ന വേറൊരു വ്യക്തിയോടായിരുന്നു കൂടുതൽ അറ്റാച്ച്. അവരാണ് എൻ്റെ ലോകം, അവരോടാണ് ഞാൻ സ്നേഹം ആത്മാർത്ഥത എല്ലാം കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയതാണ്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി. നിങ്ങളിനി ഒരിക്കലും തിരിച്ച് വേണ്ട, എനിക്ക് പുതിയ ആൾ വന്നു, എനിക്ക് പുതിയ ബന്ധം വന്നു, എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം എന്നെ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങളോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും നോ പറയാറുണ്ടായിരിക്കാം. അപ്പം പുതിയ വ്യക്തി വന്നപ്പോഴേക്ക് അതെല്ലാം അവിടെ ഓക്കെ ആയിട്ട് കിട്ടി തുടങ്ങി. നിങ്ങൾ ചിലപ്പം അവരോട് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ജോലിയും തിരക്കും മറ്റ് കാര്യങ്ങളും കാരണം നിങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതി അവരോട് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കലായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കത്തില്ല. സോ അതൊക്കെ വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയപ്പോഴേക്ക് ഈ പേഴ്സൺ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പക്ഷെ അവിടെ ഓടിപ്പോയി അതെല്ലാം കിട്ടിയപ്പോഴേക്ക് ആ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി മാത്രമാണ് അവർ ലൈഫിലേക്ക് തിരിച്ചു വന്നത്. ഈ ഒരു കാണുന്ന സിറ്റുവേഷൻ ആ തേർഡ് പാർട്ടി അയാൾ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. മനസ്സിലായി പറഞ്ഞത്? അയാൾ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു, ആ വ്യക്തിനെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, എനിക്ക് കർമ്മയാണോ തിരിച്ച് കിട്ടിയത്, ഞാൻ ചെയ്ത കാര്യത്തിന് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ ചെയ്തതെന്ന് ആലോചിച്ച് ആൾ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. നിങ്ങൾ പലരുടെയും വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും 24/7 ടാരോ റീഡിങ്സ് വീഡിയോ കാണുന്നതായിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത് പോലും. സോ നിങ്ങൾ ഇത്രയ്ക്കും അധികം വീഡിയോസോ മറ്റ് കാര്യങ്ങളും കാണാതിരിക്കുക. കാരണം എല്ലാവരും ചെയ്യുന്ന ജനറൽ റീഡിങ് മാത്രമാണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. നിങ്ങൾ ഇത്രയും മസ്റ്റായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എക്സാക്റ്റായിട്ട് മെസ്സേജ് കിട്ടിയിട്ടില്ലെന്ന് വേണം കരുതാം. മനസ്സിലായിരുന്നു? ആ ജനറൽ റീഡിങ് ഒന്നും തന്നെ നിങ്ങൾക്ക് റിസണേറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് നിങ്ങളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരുപാട് വീഡിയോസ് മാറി കണ്ടുകൊണ്ടേയിരിക്കുന്ന. എൻ്റെ പേഴ്സൺ എപ്പം വരും, എൻ്റെ പേഴ്സണൽ തോട്ട് എന്താണ്, ആളെന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ മാറി കണ്ടുകൊണ്ടിരിക്കും. അതിന് പകരം നിങ്ങൾ മസ്റ്റായിട്ട് പറ്റുമെങ്കിൽ ഒരാളിൽ നിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് തന്നെ ഞാൻ പറയില്ല, ആരിൽ നിന്നാണ് എടുക്കാൻ ഉള്ളത് അവരുടെ അടുത്ത് പോവുക, അവരുടെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കുക. സോ വേറെ കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, എന്നോട് പലരും വന്നിട്ട് പേഴ്സണൽ റീഡിങ് ചോദിക്കപ്പം എന്നോട് ചോദിക്കാറുണ്ട് എത്ര മിനിറ്റാണ് മാം റീഡിങ് എന്നൊക്കെ. ഞാനിവിടെ അതിന് ടൈം ലൈൻ വെക്കാറില്ല റീഡിങ്ങിന്. മനസ്സിലാകും? ഞാൻ ആർക്കും 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിന് വേണ്ടി ഇത്രയും റുപ്പീസ് അല്ലെങ്കിൽ അരമണിക്കൂറിന് വേണ്ടി ഇത്രയും റുപ്പീസ് എന്ന് പറഞ്ഞ് ഞാൻ ചാർജ് ചെയ്യാറില്ല. ഞാൻ റേറ്റ് അങ്ങനെ ടൈമിങ്ങിൻ്റെ ബേസ് ചെയ്ത് ഞാൻ വെക്കാറില്ല. ഓക്കെ, ഞാൻ റീഡിങ് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. സോ ഞാൻ റീഡ് ചെയ്യുന്ന സമയത്തായാൽ കൂടിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റീഡിങ്ങാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ടൈം വെച്ചിട്ടല്ല. ചിലപ്പോൾ ചില റീഡിങ്ങൊക്കെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നതൊക്കെ തന്നെ ചിലപ്പോൾ അരമണിക്കൂർ റീഡിങ്ങൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ അതിൽ കുറവും വരാറുണ്ട്, കൂടുതലും വരാറുണ്ട്. ഇൻ കേസ് അവരുടെ ആ ഒരു പേഴ്സൻ്റെ കറണ്ട് എനർജിയും ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിരിക്കും. സോ ഞാൻ ആ കാര്യത്തിൽ മറ്റ് റീഡിങ് മറ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ കൂടി നിങ്ങൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് പോലും റീഡിങ്ങിനകത്ത് വരുന്ന സമയത്ത് അതുപോലും ഞാൻ റീഡിങ്ങിന് കൊടുക്കാറുണ്ട്. സോ ഞാൻ ഒരിക്കലും ആടെ റീഡിങ്ങിനും ആടെയും ക്വസ്റ്റ്യൻ ടൈം വെച്ചിട്ടല്ല റീഡ് ചെയ്യാറുള്ള.
ചിലർക്ക് ഇട്ടപ്പോൾ പറയാറുണ്ട്, ഇത്രയും ലോങ് റീഡിംഗ് ഒന്നും ആരും തരത്തില്ല മാം, മാം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത റീഡിംഗ് ആണ് തരുന്നത്. ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. സോ എനിക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്റ്റ് വേണ്ടുന്ന എല്ലാ മെസ്സേജും തന്നിട്ടുണ്ടെന്ന് എനിക്കൊരു ഫീലിംഗ് വരും. ആ സമയത്താണ് ഞാൻ റീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് റീഡിങ് എടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് റീഡിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഒരിക്കലും ടൈമും കാര്യങ്ങളും വെച്ചിട്ടുള്ള റീഡിംഗ് അല്ല ഞാൻ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ റീഡിങ്ങിനാണെങ്കിൽ റീഡിങ്ങിനും സ്പെൽ വർക്കിനൊക്കെ തന്നെ ഓഫറുണ്ട്. പാസ്റ്റ് ലൈഫ് ലെറ്റർ റീഡിങ്ങിനാണെങ്കിലും ഓഫറുണ്ട്. അതേപോലെ നിങ്ങൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിനാണെങ്കിലും എല്ലാത്തിലും ഓഫർ ഇപ്പോൾ ഉണ്ട്. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, എന്നോട് ചോദിക്കാം, അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. സോ നമുക്ക് ബാക്കി റീഡിങ്ങിലേക്ക് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ആളുടെ മനസ്സ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ലൈക്ക് ഒരു കാർമിക് ലെസൺ ആർക്കിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുവാണ്. ഒരു കാർമിക് ലെസൺ ആകെ കിട്ടുന്നതുകൊണ്ടാണ് ആളെല്ലാം റിയലൈസ് ചെയ്യുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞും അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വരണമെന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങൾ എങ്ങനെ അവരെ എടുക്കും, നിങ്ങളവരെ സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ലെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് അവർ ഭയക്കുന്നുമുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് നിങ്ങൾ വീണ്ടും അവരിലേക്ക് ഓടിപ്പോകാതിരിക്കുക. കാരണം അവർ ഓടിപ്പോയാൽ അവർ വരാതിരിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ക്ലോസ് ചെയ്യും. നിങ്ങൾ കൂടെ ഉണ്ട്, ഞാൻ വരേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരും. അതേപോലെ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കട്ടെ. എനർജിക്ക് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്ന എനർജി അതേ കണക്ക് സ്റ്റേബിൾ ആക്കുക. നിങ്ങളുടെ പേഴ്സണോ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു തരും. ആരുടെങ്കിലും പേഴ്സണൊക്കെ ഈ റീഡിങ് കേൾക്കുന്ന സമയത്തോ ഇതിന് ശേഷമോ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയണം. അതിനടുത്ത് കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്കത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികൾ, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സ്പെൽ വർക്കിൽ പോലും നിങ്ങളെ തന്നിട്ടില്ല, അതിൽ പോലും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സോ എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നത് എനിക്കും കൂടെ ഒന്ന് അറിയാനും നിങ്ങളൊന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ അത് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളൊന്ന് വന്ന് പറയണം. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളമ്മ വീണ്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അവർ വീണ്ടും നിങ്ങൾ വിട്ടു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ചിലരുടെ കേസിൽ മാത്രമേ, ഒരു കുറച്ച് ആൾക്കാരുടെ കേസിൽ മാത്രമേ ഉള്ളൂ. ചിലരുടെ കേസ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വന്നാൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, ഇറങ്ങാൻ പോകുകയൊന്നും ചെയ്യത്തില്ല, നിങ്ങളുടെ കൂടെ തന്നെ കാണും. പക്ഷേ ചിലരുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വന്നാൽ നിങ്ങൾക്കിടയിൽ പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ചിലരുടെ ഒരു കേസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്, ന്യൂ ചേഞ്ചസ്, നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡൊക്കെ എൻഡായിട്ട് പുതിയ ഡയറക്ഷനിലോട്ട്, പുതിയൊരു ലൈഫിലോട്ട് നിങ്ങളുടെ പേഴ്സണും ജീവിക്കാൻ പോകുന്ന സ്റ്റേജാണ് ഇവിടെ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ റിലേറ്റ് ചെയ്തുള്ളത്. സോ ഇത് റീഡിംഗ് ആണ്, പേഴ്സൺ റീഡിംഗ് അല്ല. നിങ്ങൾക്ക് റീഡ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം റിസണേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കളയുക. സോ പലരും റീഡിംഗ് കാണുന്ന സമയത്ത് ആദ്യം മാത്രം കേൾക്കുക, അവസാനം കേൾക്കാതിരിക്കുന്നവരുണ്ട്. സോ അങ്ങനെ നിങ്ങൾ കേട്ടിട്ട് യാതൊരു പ്രയോജനം നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ആ വീഡിയോ കണ്ട് അവിടെ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ സ്കിപ്പ് അടിക്കുക. അപ്പോൾ ആദ്യം വെച്ച് കണ്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കർമ്മ ക്രിയേറ്റ് ആവുകയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ട് കണ്ടു പോവുക. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതേപോലെ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, എന്നോട് മെസ്സേജ് അയക്കുക. കോൾ ചെയ്യാതിരുന്നാൽ മതി. മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. ഞാനത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. ലേറ്റായിട്ടൊന്നും റിപ്ലൈ തരത്തില്ല, മാക്സിമം നേരത്തെ തന്നെ റിപ്ലൈ തരും. റീഡിംഗ് ആണെങ്കിലും എമർജൻസി റീഡിംഗ് എല്ലാം അവൈലബിൾ ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. സോ ഈ റീഡിംഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.